നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഈ 3 കാര്യങ്ങൾ മതി. എൻ്റെയും നിങ്ങളുടെയും ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ ഈ 3 കാര്യങ്ങൾക്ക് കഴിഞ്ഞേക്കും. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈ 3 കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ക്രമപ്പെടുത്തി പറയാം. ടേക്ക് ചാർജ്, ചുമതലയേൽക്കുക. ടേക്ക് ടൈം, സമയമെടുക്കുക. ടേക്ക് ഇറ്റ് ഈസി, ലളിതമായി എടുക്കാം. ഒന്നാമത്തെ കാര്യം ടേക്ക് ചാർജ്, ചുമതലയേൽക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഇൻചാർജ് മറ്റൊരാളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാഹനത്തിൽ ബാക്ക് സീറ്റിൽ ഇരുന്നു കൊണ്ട് മറ്റാർക്കെങ്കിലും കൺട്രോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് മുന്നിലേക്ക് വരിക. ദിസ് ഈസ് ഹൈ ടൈം ഫോർ യു ടു ഗെറ്റ് ടു ദി ഫ്രണ്ട് സൈഡ്. എപ്പോഴും ബാക്കിലിരുന്ന് ഒരു യാത്രക്കാരനായി കഴിഞ്ഞാൽ എന്താണ് കാര്യം? ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവറാകുക. ദൈവം എല്ലാം നോക്കിക്കോളും എന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ദൈവം നിങ്ങളെ ഗുഡ് ഫോർ നത്തിങ് ആയി സൃഷ്ടിച്ചിട്ടില്ല. ഹീ ക്രിയേറ്റഡ് യു ഫോർ സംതിങ് ബ്രൈറ്റ്, സംതിങ് ഗ്രേറ്റ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥ എഴുതാനുള്ള പേന നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ദൈവം ഒരു എഴുത്താശാനെ പോലെയാണ്. മകനെ, മകളെ, എഴുതി തുടങ്ങുക, എഴുതി പൂർത്തിയാക്കുക എന്നതാണ് ദൈവം പറയുന്നത്. നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവിതം ദൈവം എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? ദൈവം നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും പൂർണ്ണ സ്നേഹവും കരുതലും നൽകി. അതിനാൽ ജീവിതം നിങ്ങൾ തന്നെ എഴുതിയേ തീരൂ. രണ്ടാമതായി ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഒരു കഥയുണ്ട്. ഒരു സന്യാസി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ സത്യാന്വേഷിയായി നിന്നെ സേവിക്കാൻ വേണ്ടി വീട് വിട്ട് നാട് വിട്ട് മരുഭൂമിയിലേക്ക് പോകുന്നു. ദൈവം ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു, നിന്റെ സ്വന്തം വീടിൻ്റെ മുറ്റത്തെ പൂന്തോട്ടത്തിലെ ചെടികൾ എല്ലാം വാടിക്കരഞ്ഞു കിടക്കുമ്പോൾ മരുഭൂമിയിൽ പോയി വെള്ളമൊഴിച്ച് ശ്രമിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ആദ്യമേ സ്വന്തം മുറ്റത്തെ ചെടികൾ നനച്ച് തളിർത്ത് വരാൻ അനുവദിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. മറ്റൊരു കഥ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ കൊടുങ്കാടിൽ അകപ്പെട്ടു. ഒരു മരത്തിലേക്ക് കയറിയിരുന്നു. അപ്പോൾ അയാൾ കണ്ടത് ഒരു മുടന്തനായ ചെന്നായ്ക്ക് ഒരു പുലി ഭക്ഷണം കൊണ്ട് എത്തിക്കുകയാണ്. ഇത് കണ്ട ആൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇതുപോലെ എനിക്ക് ഒരാളെ അയക്കണേ. ദൈവം ചിരിച്ചു, വിട്ടി, നീ എന്തുകൊണ്ട് പുലിയാകാൻ ആഗ്രഹിച്ചില്ല? നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും വന്ന് നമ്മെ സഹായിക്കും എന്ന പ്രതീക്ഷയിൽ നിസ്സഹായനായി കാത്തു നിൽക്കുന്നതിന് പകരം മറ്റുള്ളവരെ സഹായിക്കുന്നവരാകാൻ ശ്രമിക്കേണ്ടത് ആരാണ്? മൂന്നാമതായി ടേക്ക് ടൈം, ടേക്ക് ഇറ്റ് ഈസി. മോശമായ ഒരു ഇന്നലെ കാരണം നിങ്ങളുടെ ഇന്നത്തെ നല്ല ദിവസം നഷ്ടപ്പെടുത്തരുത്. ഡോണ്ട് അലോ എ ബാഡ് യെസ്റ്റർഡേ ടു റൂയിൻ യുവർ ഗുഡ് ടുഡേ. നിങ്ങളുടെ ജീവിതത്തെ മേക്ക് ചെയ്യേണ്ടതും ബ്രേക്ക് ചെയ്യേണ്ടതും മറ്റുള്ളവരല്ല. The moment you stop blaming others for your failure, you start living. You start being successful. പലരും തങ്ങളുടെ പരാജയത്തിന് അച്ഛനെയാണ്, അമ്മയെയാണ്, സഹോദരങ്ങളെയാണ്, ടീച്ചർമാരെയാണ്, കോവർക്കേഴ്സിനെയാണ്, ബോസിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ nobody can make you failed without your consent. വീണ്ടും ആവർത്തിച്ച് പറയൂ, no one can make you fail without your consent. No one can make successful without your consent. അതിനാൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി. റിയാക്റ്റീവ് റെസ്പോൺസ്, പ്രൊവാക്റ്റീവ് റെസ്പോൺസ് എന്ന് 2 മനോഭാവങ്ങളുണ്ട്. റിയാക്റ്റീവ് റെസ്പോൺസ് എന്നത് എല്ലാറ്റിലും നെഗറ്റീവ് ആകുക എന്നതാണ്. പ്രൊയാക്റ്റീവ് റെസ്പോൺസ് എന്നത് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുക. റിയാക്റ്റീവ് റെസ്പോൺസ് ഈസ് കംപ്ലൈനിങ്. പ്രൊവാക്റ്റീവ് റെസ്പോൺസ് ഈസ് ടേക്കിംഗ് ആക്ഷൻ. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. ടേക്ക് ചാർജ്. Take time, take it easy. It's time to take charge of your life. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.